മധുരം കഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഉണ്ട് കേട്ടോ മധുരം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചർമാർക്കും എല്ലാം തന്നെ മധുരമുണ്ട്. ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മകൻ്റെ സ്കൂളിൽ പോയാണ്. അവനോട് ബാക്കിൽ ഇരുന്ന് കുരുത്തക്കേട് കാണിക്കുന്നതാണ് എൻ്റെ മകൻ മാധവ്. അവനിന്ന് 1ാം സ്റ്റാൻഡേർഡിൽ ചേർന്നു. അവൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്നാലും വെക്കേഷനൊക്കെ വീട്ടിൽ നിന്ന് കളിച്ച് ചിരിച്ച് പിന്നെ സ്കൂളിൽ പോയതിൻ്റെതായ ഒരു വിഷമം അവനുമുണ്ട്. പക്ഷേ ബാക്കി കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിരിക്കുന്നു. ആശാൻ മാത്രം വിഷമിച്ചിരിക്കുന്നു. അകത്തിരിക്കുന്ന കുട്ടികളെക്കാട്ടും വിഷമിച്ച് വെളിയിലുള്ള രക്ഷകർക്കാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. നമ്മൾ ഉള്ളത് പാരിപ്പള്ളി ഗവൺമെൻറ് LPSലാണ്. അപ്പം നമുക്ക് 1949 സർക്കാർ സംവിധാനങ്ങളിലോട്ട് മാറിയ ഒരു സ്കൂളാണ് പാരിപ്പള്ളി ഗവൺമെൻറ് LPS സ്കൂൾ. ശ്രീനിവാസൻ വൈദ്യർ എന്നൊരു മഹത് വ്യക്തിയാണ് സർക്കാരിലേക്ക് ഈ വസ്തുവും അന്നത്തെ ഒരു കെട്ടിടവും കാര്യങ്ങളൊക്കെ കൈമാറിയത്. പണ്ട് ഓലപ്പെരയിലായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പാരിപ്പള്ളിയുടെ അഭിമാനം തന്നെയാണ് ഈ ഒരു സ്കൂള്. അപ്പോൾ ഇവിടെ പാരിപ്പള്ളി പ്രദേശവാസികളായിട്ടുള്ള ഒരു 80% ആൾക്കാരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പം എൻ്റെ മകനെ സർക്കാർ സംവിധാനത്തിൽ തന്നെ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ ചേർത്തത്. വളരെ മനോഹരമായ സ്കൂളാണ്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാൻ തന്നെ കാരണം അതാണ്. നമ്മൾ അറിയണമല്ലോ ഇവിടുത്തെ സംവിധാനങ്ങൾ. അതുമാത്രമല്ല, ഇന്ന് ഞാൻ അവനെ അവിടെ 1ാം സ്റ്റാൻഡേർഡ് ആക്കുമ്പോൾ പ്രീ പ്രൈമറി അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പം നിലവിൽ പ്രീ പ്രൈമറി സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് അവർക്ക് പുസ്തകം വേണ്ട എന്നാണ് പറയുന്നത്. അവരൊക്കെ പാർക്കിൻ്റെ സെറ്റപ്പാണ് വേണമെന്ന്. കാരണം അവർക്ക് ആ പ്രായമല്ലേ ഉള്ളൂ, 5 വയസ്സ് 6 വയസ്സിലാണ് ഇപ്പോൾ 1ാം ക്ലാസ് ചേർക്കുന്നത്. 5 അപ്പോൾ ആ വയസ്സ് വരെ അവർ കളിച്ച് ചിരിച്ച് പാഠപുസ്തകം മാത്രമല്ലല്ലോ ജീവിതം. അവർ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും എല്ലാം പഠിക്കണമല്ലോ. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണമുണ്ട്. അപ്പോൾ ഇന്നലെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് രക്ഷിതാക്കൾക്കും എല്ലാം തന്നെ അവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നു. ചോറ്, സാമ്പാറും പിന്നെ തോരൻ എന്നിവ, പിന്നെ തോരനും പായസം എന്നിവയായിരുന്നു വിഭവങ്ങൾ. ഒരു അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം PTA പ്രസിഡന്റ് മുകേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടിക്കൊക്കെ ഒരു ആസൂത്രണം നടപ്പിലാക്കലും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. നിങ്ങളെയൊക്കെ എല്ലാം കാണിക്കണമെന്ന് തോന്നി. ഈ കാണുന്ന കെട്ടിടം 1949 കൈമാറിയതിനു ശേഷം ആദ്യമായി ഇവിടെ പണിഞ്ഞ കെട്ടിടമാണ്. ഇപ്പോൾ അത് പുനരുദ്ധീകരിച്ച് ഷീറ്റൊക്കെ ആക്കി ഓട് തന്നെ കുറച്ചുകൂടെ ഭിത്തിയൊക്കെ തട്ടിക്കളഞ്ഞ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി ചെയ്തിട്ടുണ്ട്. ബാക്കി കാണുന്നത് നമ്മുടെ അമൃത ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം ഇതിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പണി തീർന്നു. പക്ഷേ പെയിൻറ്റിങ് വർക്ക് മാത്രമാണ് പെൻഡിങ്. ഈ മഴയായതുകൊണ്ടായിരിക്കാം പെൻഡിങ് വന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാരിപ്പള്ളി ഗവൺമെൻറ് LPS. നമുക്ക്